ഹലോ ഫ്രണ്ട്സ്, 2500 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ, അതിൻ്റെ 3D ഇൻറ്റീരിയർ ലേഔട്ട് എന്നിവയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം അവർക്ക് 3D എലിവേഷനും ഇൻറ്റീരിയർ ലേഔട്ടും മാത്രമാണ് അവർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ക്ലയൻറ്റ് എനിക്ക് അയച്ചു തന്ന പ്ലാന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഏരിയ 2500 ആണ്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് അടങ്ങിയിട്ടുള്ളത്. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. സിറ്റ് ഔട്ട് 438 150, ലിവിംഗ് ഹാൾ 510 366. ഇവിടെ ആയിട്ട് ഒരു പർഗോള പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. അടുത്തായിട്ട് ഫാമിലി ലിവിംഗ് 246 294, കിച്ചൺ 294 438, വർക്ക് ഏരിയ 150 438. അതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം 342 414. അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് 126 222. ഇവിടെ ആയിട്ട് നമ്മളൊരു പൂജ കാണുന്നു. 198 198. സെക്കൻഡ് ബെഡ്റൂം 318 414. തേർഡ് ബെഡ്റൂം 318 414. അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് 150 222. ഇവിടെ ആയിട്ട് ഡൈനിങ് സ്പേസ് കാണുന്നത് മാർക്ക് ചെയ്തിട്ടില്ല. അടുത്തായിട്ട് സ്റ്റെയർ കേസ് ഇവിടെ ആയിട്ട് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ ലിവിംഗ് ഹാൾ 750 396. ഇവിടെ ആയിട്ട് ബെഡ്റൂം കാണാം 342 414. അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് 126 222. അത് ഇവിടെ ആയിട്ട് ഒരു ബാൽക്കണി നൽകിയിരിക്കുന്നു 438 126. 2 സൈഡിലായിട്ടും ഓപ്പൺ ടെറസ് നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോർ ഏരിയ 752 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതാണ് നമ്മൾ ക്ലയൻറ്റ് അയച്ചു തന്ന പ്ലാന്. നമ്മൾ ഇത് വെച്ചിട്ട് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വീടാണ് ക്ലയൻറ്റ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം അങ്ങനെ ക്ലയൻറ്റിന് ഇഷ്ടപ്പെടുമെന്ന്. സിമ്പിളായിട്ട് ഒരു മോഡേൺ ശൈലിയിലുള്ള ഒരു വീടാണ് ക്ലയൻറ്റ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ കട്ട് വ്യൂ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് നോക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ 3D എലിവേഷനാണ്. നമ്മൾ ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു 3D എലിവേഷൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു 3D സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് ഇത് ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതാണ് ഫിനിഷ് ചെയ്തിട്ടുള്ള 3D എലിവേഷൻ. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കട്ട് വ്യൂ 3D എലിവേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നിൽ നിന്ന് കൂടുതൽ വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. കമൻറ്റിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് അറിയിക്കാവുന്നതാണ്. താങ്ക് യു.